അമൃത, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജില്ലാ പ്രതിനിധിയായ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് അമ്പലപ്പുഴ തഹസീൽദാർ എത്തി മൊഴിയെടുത്തത്. തഹസീൽദാർ ഈ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. കളക്ടർ ഈ റിപ്പോർട്ട് കമ്പൈൽ ചെയ്തിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യം സമർപ്പിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറ്റു നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ സമാന്തരമായി രാഷ്ട്രീയ കക്ഷികൾ കേസിന് പോകാനുള്ള സാധ്യത ഉറപ്പാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾ ഉപയോഗിക്കുമ്പോൾ എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന പ്രസംഗമായതുകൊണ്ട് പോലീസ് കേസെടുക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നിയമ നടപടികൾക്ക് വിധേയനാവേണ്ടി വരും ജി സുധാകരൻ എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇക്കാര്യം വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്ക് CPM-ന് കാര്യങ്ങൾ പറയേണ്ടി വരും. എന്നാൽ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരികയും ചെയ്യും. ഒരേ സമയം രാഷ്ട്രീയമായും നിയമപരമായും ഈ കാര്യം മാറും എന്ന കാര്യം ഉറപ്പാണ്. അമൃത, ഷജു, CPI-യുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. CPM നേതൃത്വം ഈ വിഷയവുമായി സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇക്കാര്യത്തിൽ CPM-ന്റെ ജില്ലാ നേതൃത്വത്തെയാണ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അവരുടെ പ്രതികരണം അവർക്ക് പറയേണ്ടി വരും, കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും. CPM-ന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടി വരും. കാരണം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന നേതാവായിരുന്ന പ്രായ പരിധി കൊണ്ട് മാത്രം ഇപ്പോൾ ഔദ്യോഗിക പദവികളിൽ ഇല്ല എങ്കിലും ഇപ്പോഴും CPM വളരെ ആദരവോടുകൂടി കാണുന്ന നേതാവാണ്. മുൻ മന്ത്രിയാണ്, SFIയുടെ പ്രഥമ പ്രസിഡന്റായിരുന്നു. അങ്ങനെ CPM രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയും അവരുടെ രാഷ്ട്രീയ പണ്ഡിതൻ കൂടിയായ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM-ന് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. CPI പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുകയായിരിക്കില്ല CPM ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കേണ്ടി വരും. അക്കാര്യത്തിൽ എന്ത് കാര്യമാണ് CPM വിശദീകരിക്കാനിരിക്കുന്നത് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ സമ്മർദ്ദം CPM-ന് നേരെ ഉയർത്തും. കാരണം K. മുരളീധരനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ ഇക്കാര്യവുമായി രംഗത്ത് വരികയും ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ ജി സുധാകരന്റെ പ്രസംഗത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്ത് വരും. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയായി നിൽക്കും. അതേസമയം തന്നെ ഇത് നിയമപ്രശ്നമായി മാറുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അമൃത, ഷൈജു സൂചിപ്പിച്ചതുപോലെ നിയമപ്രശ്നമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ജി സുധാകരന്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചകളും അല്ലെങ്കിൽ വിനയാകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അദ്ദേഹത്തിന് ഒരു നെവർ മൈൻഡ് പോലെ തന്നെയായിരുന്നു. ഇന്നും ഈ മൊഴിയെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. അമൃത സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജി സുധാകരൻ എവിടെ പ്രസംഗിച്ചാലും മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിറകെ പോകുന്നത് പോലും അദ്ദേഹം പലതരത്തിലുള്ള വിവാദങ്ങൾ, പല സ്വഭാവത്തിൽ, പല ആംഗിളുകളിൽ അത് അദ്ദേഹം പ്രസംഗിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരാളാണ്. അതിൽ ചിലപ്പോൾ രാഷ്ട്രീയ ഉന്നമുണ്ടാകും, അതിൽ പല ലക്ഷ്യങ്ങളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിവാദമായി മാറുകയായിരുന്നുവെങ്കിൽ ഇത്തവണ ജി സുധാകരൻ കുറച്ചുകൂടി കുരുങ്ങി അല്ലെങ്കിൽ കുടുങ്ങിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോയി. കാരണം തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മുന്നണിയെയും കുടുക്കിലകപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി മാറിപ്പോയി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടുന്ന രഹസ്യാത്മകത, സാധാരണഗതിയിൽ ആരോപണമുള്ളതാണ് സർവീസ് സംഘടനാ നേതാക്കൾ ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനം ഉപയോഗിക്കാറുണ്ട് എന്ന ആരോപണം ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ആ വോട്ടുകൾ കൃത്യമായി അവർ രേഖപ്പെടുത്തി പോസ്റ്റലായി അയക്കണമെന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ വരാറുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ഈ വോട്ടുകൾ സമാഹരിച്ച് അയക്കുന്ന പതിവും ഉള്ളതാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് അത്യന്തം രഹസ്യമായും ഒക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതത്ര സ്പഷ്ടമായി ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, 89-ൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്ന വ്യാഖ്യാനത്തിലേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞൊരു വാക്കിനെ അത് കേവലം രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് നിയമപ്രശ്നങ്ങളിലേക്ക് കൂടി മാറുന്നതോടുകൂടി CPM-ന് കാര്യമായി പ്രതിരോധം തീർക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകരന്റെ പതിവ് ശൈലിയിലുള്ള പ്രസംഗമായി അടുത്ത ദിവസങ്ങളിൽ അലയൊലി ഉണ്ടായി പോകും എന്നതിനപ്പുറത്തേക്ക് ഇത് വരും നാടുകളിൽ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഡിസംബറിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും, തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം ഇടതുമുന്നണിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ കെട്ടടങ്ങുന്ന ഒരു വിവാദമോ അത്തരമുള്ള ഒരു വെളിപ്പെടുത്തലോ ആയി ജി സുധാകരന്റെ ഈ പ്രസംഗത്തെ കാണാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അമൃത,
ശരി, യു ഷൈജു ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.